ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പൊറോട്ടയ്ക്ക് പറ്റിയ നല്ല അടിപൊളി രുചിയിലുള്ള ബീഫ് കറി റെസിപ്പിയാണ്. ഇതുണ്ടാക്കാനായിട്ട് ഏകദേശം 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ തന്നെ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 6 കഷ്ണം വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതും അതുപോലെ തന്നെ ഒരു 5 കഷ്ണം വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി 2 കീറിയ പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 5 സവോള കനം കുറച്ചെറിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് സവോള നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. അടച്ചു വെച്ച് വേവിക്കേണ്ട, തുറന്നു വെച്ച് തന്നെ വഴറ്റിയെടുത്താൽ മതി. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പസമയം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ചേർക്കേണ്ടത് റെഡിമെയ്ഡ് മീറ്റ് മസാല അല്ലെങ്കിൽ റെഡിമെയ്ഡ് ചിക്കൻ മസാലയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം ഈ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കണം. ഒരു 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ടീസ്പൂൺ പെരിഞ്ചീരകം നന്നായിട്ടൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. പൊടിയുടെ പച്ചച്ചവയെല്ലാം മാറിയൊന്ന് മൂത്ത് വരണം. പൊടിയെല്ലാം മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇറച്ചിയും അതിൻ്റെ കൂടെയുള്ള വെള്ളവും കൂടി ചേർത്താണ് ഒഴിക്കേണ്ടത്. ഇറച്ചി ഒന്ന് ഇളക്കി കൊടുത്ത് മസാലയുമായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇറച്ചിയിലുള്ള മുഴുവൻ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വയ്ക്കണം. തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയെല്ലാം കഴിക്കാനായിട്ടൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് സമയം നമുക്ക് ഇതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ കറി അത്യാവശ്യമൊക്കെ ഒന്ന് കുറുകി നല്ലൊരു പാകത്തിനായിട്ടുണ്ടാവും. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അല്പസമയം കൂടി ഒന്ന് ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു സൂപ്പർ കറിയാണ്. ചോറിനേക്കാളും നമുക്ക് പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ കറി നല്ലത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.